ഹായ് ഹലോ നമസ്കാരം. പൊന്നാക്കാരം വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇപ്പോൾ കുറച്ച് മുന്നേ ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് സംസാരിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ വരാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇതിപ്പോൾ വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ കുറച്ച് വാക്കുകൾ വളരെ എന്താ പറയുക അർത്ഥവത്തായിട്ടുള്ള നല്ല കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ആക്രമണം നടത്തി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് എതിരെ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് മറുപടി കൂട്ടുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ഷാഫിക്ക് എന്താണ് പറയാനുള്ളത്? 2 ദിവസം മുന്നേ ഒരു മാധ്യമപ്രവർത്തനോട് ഷാഫിക്ക് തന്നെ പറഞ്ഞിരുന്നു, ഞാനത് വ്യക്തമായിട്ട് മാധ്യമങ്ങളോട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ മാധ്യമങ്ങളോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് ആ വീഡിയോ കാണണം, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ കുറച്ച് ആ ഭാഗം അതിലേക്ക് കിടക്കുന്ന കുറച്ച് ഭാഗം കേട്ടിട്ട് ബാക്കി എന്താണെന്നുള്ളതൊക്കെ കേട്ടിട്ട് നമുക്ക് കൊണ്ടുവരട്ടോ. രീതിയിലുള്ള സൈബർ ആക്രമണം, വ്യക്തിഹത്യ ഒക്കെ നടത്തിയെന്നുള്ള വലിയ പരാതികൾ, അതുമായി ബന്ധപ്പെട്ട കേസും അറസ്റ്റും നടപടികളും ഒക്കെ നടക്കുകയാണ്. അതിനിടെ സ്വന്തം നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ. കെ ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണ കേസിൽ എന്തിനാണ് തന്റെ പേര് വലിച്ചിഴയ്ക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ. തന്റെ പേര് ഉന്നയിക്കുന്നത് ബോധപൂർവമാണ്, സംഭവത്തെ നിയമപരമായി നേരിടുമെന്നും UDF സ്ഥാനാർത്ഥി മീഡിയ വണ്ണിനോട് പറഞ്ഞു. വടകരയിലെ ജനങ്ങൾ നൽകുന്ന സ്നേഹവും പിന്തുണയുമാണ് ആരോപണത്തിന് പിന്നിൽ. സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും കേസെടുക്കണം. രമ്യ ഹരിദാസിന്റെ വിഷയത്തിൽ എന്താണ് കേസെടുക്കാത്തതെന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു. അപ്പോൾ മാധ്യമപ്രവർത്തക ന്യൂസ് സ്റ്റുഡിയോയിൽ നിന്നിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആളോട് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ അവർ ആ മാധ്യമപ്രവർത്തക ഷാഫിഖാനോട് ചോദിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഷാഫിഖാന്റെ മറുപടി കാര്യങ്ങൾ, ഷാഫിഖ് എന്താണ് പറയുന്നത്, എന്താണ് അതിനുള്ള മറുപടി എന്നുള്ളതൊക്കെ നമുക്ക് അത് ഒന്ന് കേൾക്കണം. വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് കാര്യങ്ങൾ. അവർ ചോദിക്കുന്ന ചോദ്യത്തിന് നല്ല കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡിയോ എന്നിട്ടാണ് അവർ ചോദിച്ചത്. അപ്പോൾ ആ സ്റ്റുഡിയോ നിന്ന് ചോദിക്കണതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ പോകുന്നത് അവിടെ ചോദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ മറുപടി കാര്യങ്ങളും, എന്നിട്ട് അതിന് ശേഷം ബാക്കി നമ്മളെ വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കട്ടെ. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടിട്ടുണ്ട് വരാം. ഷാഫി ഇത് നിയമപരമായി നേരിടുമെന്നാണ് പറയുന്നത്, സൈബർ അറ്റാക്ക്. എന്താണ് ഷാഫിയുടെ ഒരു മുന്നോട്ടുള്ള നീക്കം? അല്ല, ഇതിനകത്ത് ഒന്നും ഞാൻ മനസ്സറിഞ്ഞ ഒരു കാര്യമല്ല എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു എതിർ സ്ഥാനാർത്ഥിയുടെ ചിത്രം മോർഫ് ചെയ്തിട്ട് എനിക്കൊരു ബെനിഫിറ്റും ഇല്ലാത്ത കാര്യം ഞാൻ മനസ്സറിഞ്ഞ് ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥമില്ല. അപ്പൊ അവർക്ക് അത് അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതുവരെ ചിത്രം കണ്ടിട്ടേ ഇല്ല. ടു ബി ഫ്രാങ്ക് വിത്ത് യു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എനിക്ക് കാണുകയും വേണ്ട. പക്ഷേ അത് ചെയ്തിട്ട് എനിക്കൊരു ഗുണമില്ലാത്ത കാര്യം ഞാൻ ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന്റെ പിന്നിലെ ലക്ഷ്യം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ മിസ്ലീഡ് ചെയ്യലാണ്. അങ്ങനെ ചെയ്യുന്നതിനകത്തുള്ള പരാതിയോ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനൊരു ലക്ഷ്യം പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ മിസ്ലീഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇപ്പം ഡിസ്കഷൻ ആയിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഒന്ന് സൈബർ ആക്രമണത്തെ കുറിച്ചാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അതിനെ പറ്റിയിട്ട് എനിക്കൊന്നും അറിയില്ല. കാരണം ഞാൻ എന്തിന് ഇങ്ങനെ ഒരു മോർഫ് ചെയ്ത ഫോട്ടോ വെച്ചിട്ട് ഒരാളെ ഇങ്ങനെ അപമാനിക്കുന്നത്, എനിക്ക് തന്നെ പാരയാവാൻ വേണ്ടി ഞാൻ എന്തിനാണ് അത് ചെയ്യണമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കറക്റ്റ് അല്ലേ? അദ്ദേഹത്തിന് ഒരു മോശം പേര് വരേണ്ട കാര്യം അദ്ദേഹം എന്തിനാണ് ഈ ഇതിലേക്ക് വലിച്ചിടുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ, അതിന്റെ ആവശ്യം അദ്ദേഹത്തിന് വരുന്നില്ല. അപ്പോൾ അതിനെതിരെ അദ്ദേഹം കേസ് ഫയൽ ചെയ്യുന്നുണ്ട്, വക്കീലിനെ അവിടെ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിയമസഭയിൽ ഇത്രയും പ്രസംഗം നടത്തിയിട്ട് എൻ്റെ ഒരു പ്രസംഗം പോലും, ഞാൻ മോശമായി സംസാരിച്ച ഒരു പ്രസംഗം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസംഗം പോലും മാറ്റിവെച്ചിട്ടില്ല എന്ന് അദ്ദേഹം വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. കാരണം അദ്ദേഹം പറയുന്ന വാക്കുകൾ നമുക്ക് എന്താ പറയുക, നാടിന് വേണ്ടി അല്ലെങ്കിൽ ആ മണ്ഡലത്തിന് വേണ്ടി ഉപകാരപ്പെടുന്ന വാക്കുകളെ അദ്ദേഹം പറയാറുള്ളൂ. അദ്ദേഹം മറ്റുള്ള ഒരു രൂപേണയോ ഒരു തെറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വാക്കോ അദ്ദേഹം അതിൽ ഉപയോഗിക്കാറില്ല. അതും അദ്ദേഹം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ബാക്കിയും കൂടെ ഒന്ന് കാണാം. പോലും ഉപയോഗിച്ചതിന്റെ പേരിൽ എന്റെ പ്രസംഗത്തിൽ നിന്നൊരു വാചകം പോലും നീക്കിയതായിട്ട് ഇതുവരെ ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കെ ബോധപൂർവ്വം എന്റെ പേര് അതിലേക്ക് വലിച്ചഴക്കുന്നത് എന്താ? അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നടപടി എടുത്തോട്ടെ. അതിനിവിടെ പോലീസും സംവിധാനങ്ങളൊക്കെ ഇല്ല, അതൊന്നും ഞങ്ങൾ ചെയ്യണോ? പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, എല്ലാ പുറത്തുള്ള ആളുകൾക്കെതിരെ ഇങ്ങനെ നടപടി എടുക്കണം. രമ്യ ഹരിദാസിന്റെ പിന്നെ കമന്റുകൾ നിങ്ങൾ വായിച്ചോ?
ഇതിൽ ആരെങ്കിലും അവർ കേസ് എടുത്തിട്ടുണ്ടോ? ആരെങ്കിലും അവർ അറസ്റ്റ് ചെയ്യുന്നുണ്ടോ? അതെന്താ ഒരു സൈഡിൽ മാത്രം മതിയോ ഇത്? ഇതിപ്പോ നിയമപരമായി നേരിടുന്നു പറഞ്ഞല്ലോ, എങ്ങനെയാണ് നമ്മൾ അതിന്റെ കേസ് കൊടുത്തോ, എങ്ങനെയാണ് അതിന്? ഞാൻ ആ വക്കീലുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവരത് ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് എഴുതിയ രേഖാമൂലവും പത്രസമ്മേളനത്തിലും പറയാം ഞാൻ അറിഞ്ഞ് ചെയ്യിപ്പിച്ചു. എന്ത് അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്? ഒരു കമന്റ് ഇട്ടവൻ എൻ്റെ കൂടെ ഫോട്ടോ ഉണ്ടെന്ന്, ബോംബ് പൊട്ടിച്ചവൻ ഫോട്ടോ ഇട്ടാൽ അതിൽ ബന്ധമില്ല. കമന്റ് ഇട്ടവൻ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് വലിയ സീരിയസ് ഇഷ്യൂ ആണല്ലേ. ഞങ്ങൾക്ക് ഇഷ്യൂസ്, നല്ല ഇഷ്യൂസ് ജനങ്ങളുടെ മുമ്പിൽ പറയാണ്ട് 7 മാസമായിട്ട് പെൻഷൻ കൊടുക്കുന്നില്ല. കേന്ദ്രത്തിലാണെങ്കിൽ ഈ പറയുന്നത് പോലെ 40 രൂപക്ക് പെട്രോളും ഇല്ല, ഡീസലും ഇല്ല, ഗ്യാസും ഇല്ല, ഒന്നുമില്ല. 2 കോടി തൊഴിലവസരങ്ങളില്ല. ഇവിടെ ശമ്പളം മുടങ്ങി, ലംസം ഗ്രാൻഡുകൾ മുടങ്ങുന്നു, ഉച്ചക്കഞ്ഞി പ്രതിസന്ധിയിലാവുന്നു, RC ബുക്ക് അയച്ചു കൊടുക്കുന്നില്ല, സിദ്ധാർത്ഥന്റെ മരണം നടക്കുന്നു, പാനൂരിൽ ബോംബ് പൊട്ടിയിട്ട് ചെറുപ്പക്കാരൻ മരിച്ചു. ഞങ്ങൾ എന്തിനാ ഇല്ലാത്തത് പറയണേ? ഉള്ളത് തന്നെ ധാരാളം പറയണ, സമയം കിട്ടുന്നില്ല. പിന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ജനതക്ക് നമ്മൾ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ, കോൺഗ്രസ് ലീഡർഷിപ്പിൽ ഇത് വന്നാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഇത് മുഴുവൻ ചർച്ച ചെയ്യാൻ കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ പണിപ്പെട്ടിട്ട് മോർഫിപ്പിച്ചിട്ട് അത് പ്രചരിപ്പിക്കാൻ നിൽക്കുകയാണോ? ഞങ്ങൾക്ക് ഉള്ളത് തന്നെ ഒരുപാടെണ്ണം പറയാനുണ്ട്. ഈ ഒരാഴ്ച കൂടിയല്ലേ ഉള്ളൂ, ഇനി നമ്മുടെ ഒരു പ്രതീക്ഷ ഈ ജനങ്ങൾ തന്നെയല്ലേ? അല്ല, എൻഡ് ഓഫ് ദ ഡേ അവരാണല്ലോ പിന്നെ തീരുമാനം എടുക്കുന്നത്. അവരുടെ തീരുമാനമാണല്ലോ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണം തോക്കണം തീരുമാനിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് പോസിറ്റീവാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ 1-2 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ഭാഗത്തുള്ളവർക്ക് മാത്രം എന്താണിത് ഇങ്ങനെ ഈ സൈബർ ആക്രമണം വരുമ്പോൾ പൊള്ളണത് എന്ന് വെച്ചാൽ മറുഭാഗത്തും ഇതുപോലുള്ള ആളുകൾക്ക് ഒരുപാട് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ എന്താണ് നടപടി എടുക്കാത്തത്? രമ്യ ഹരിദാസിന്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിനെതിരെ എന്താ നടപടി എടുക്കാത്തത്? അത് ആ നടപടി ഇനി ഞങ്ങൾ എടുക്കണോ എന്നാ ചോദിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, പിന്നെ ഈ അറസ്റ്റ് ചെയ്ത ആളെ കൂടെ ഷാഫി നിന്ന് ഫോട്ടോ എടുത്തു ആണ് ഇപ്പോൾ പറയണത്. ഷാഫിന്റെ കൂടെ നിന്ന് ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ പ്രചരിപ്പിച്ചിട്ടൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ ഇപ്പുറത്തെ വശത്ത് ബോംബ് പൊട്ടിയ ആളെ ഫോട്ടോ നിന്നിട്ട് എതിർ സ്ഥാനാർത്ഥിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പൊ എന്താ അവർക്ക് അതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതിന് ന്യായീകരിച്ച് വന്നത് എന്താണ്? പിന്നെ ഞാൻ കല്യാണത്തിനും പല ഫംഗ്ഷനും പോണതാണ്, അപ്പോൾ വന്ന് ഫോട്ടോ എടുത്തതായിരിക്കും. അത് ഇവിടെയും അങ്ങനെ സംഭവിച്ചൂടെ? ഇദ്ദേഹത്തിന്റെ കൂടെ എത്ര ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കണം? നമ്മൾ തന്നെ എത്ര വീഡിയോകൾ നമ്മൾ കാണുന്നു. ദിവസവും അദ്ദേഹത്തിന്റെ കൂടെ വന്ന് ഫോട്ടോ എടുക്കാനും അല്ലെങ്കിൽ ഒന്ന് കൈ കൊടുക്കാനും ഒക്കെ വന്നിട്ട് എത്ര ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്ന ഒരാളാണെങ്കിലോ? അപ്പൊ ഇവർക്ക് ഉണ്ടാവുമ്പോൾ ഒരു ന്യായവും ഇപ്പുറത്ത് വേറൊരു ന്യായവും, അത് ശരിയല്ല. അതൊരിക്കലും ശരിയുള്ള കാര്യമല്ലല്ലോ. കാരണം അവിടെ ബോംബ് പൊട്ടിയ ആളെ കൂടെ നിന്നുള്ള ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ നമ്മളെല്ലാവരും കണ്ടതാണ്. അന്ന് അവര് അതിന് ഭയങ്കര ന്യായീകരണമായിട്ടാണ് വന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെയും. അല്ലാതെ അതിന് വേറെ പിന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞങ്ങൾക്ക് ഇത് പറയേണ്ട ഒരാവശ്യമില്ല. ഇങ്ങനെ പിന്നെ ഒരു ഫോട്ടോ മോർഫ് ചെയ്ത് അത് പ്രചരിപ്പിച്ച് അതിന്റെ പിന്നിൽ നിന്ന് ഇട്ട ഒരു ഇതൊന്നും നേടിയെടുക്കേണ്ട ഒരാവശ്യമില്ല. അല്ലാതെ തന്നെ പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. അദ്ദേഹം അപ്പോഴും അവിടെ അദ്ദേഹത്തിന്റെ എന്താ പറയുക രാഷ്ട്രീയം, അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം എന്താണ്, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് അദ്ദേഹം അവിടെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഗ്യാസിന്റെ വില, പെട്രോളിന്റെ വില, പിന്നെ പെൻഷൻ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിനെതിരെ തന്നെ അതിനെ സംസാരിക്കാൻ തന്നെ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് അത് പറഞ്ഞാൽ തന്നെ അത് മാത്രം പറഞ്ഞാൽ മതി. പിന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടെന്നാണ് അദ്ദേഹം ചോദിച്ചത്. ചോദിക്കുന്ന പോയിന്റുകളൊക്കെ വളരെ കറക്റ്റാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, ഈ ബഹളങ്ങളും ഈ എന്താ പറയുക ആളുകളുടെ ഒരു വലിയ ഒരു കൂട്ടവും ഇതൊക്കെ കണ്ടിട്ടുള്ള ഭയം കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. സത്യം പറഞ്ഞാൽ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഇത്തിരി ഒരു ചീപ്പ് കാര്യമൊന്നും ഇപ്പോൾ അങ്ങനൊന്നും അതിനൊന്നും ആവശ്യം ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം ഷാഫി പറമ്പിലിന് അദ്ദേഹത്തിന്റെ വികസനവും അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനവും അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും ഇതൊക്കെ തന്നെ പറഞ്ഞാൽ മതി. അത് പറഞ്ഞാൽ തന്നെ ആളുകൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണല്ലോ ഈ വടകരയിൽ ഇത്രയും സ്വീകരണം അദ്ദേഹത്തിന് കിട്ടിയത്. ഈ കുറച്ച് കാലം കൊണ്ട് അദ്ദേഹം വടകരയിൽ ഇതിന് മുന്നേ വന്നിട്ട് ഒരു പൊതുപ്രവർത്തനം നടത്താനോ ഒന്നിനും വന്നിട്ടില്ല. അദ്ദേഹം ഈ കുറഞ്ഞ ദിവസം കൊണ്ടാണ് അവിടെ വരുന്നതും അദ്ദേഹത്തിന് ഇത്ര ഒരു ജനസമ്മതം കിട്ടുന്നതും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ലെങ്ത് കൂടി പോകും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങളെ കമന്റും ഒക്കെ നിർദ്ദേശവും അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമന്റ് ബോക്സിൽ അറിയിക്കുക, വിവരങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.